ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈറലായ ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ഒന്ന് തക്കാളി മാത്രം ഒന്ന് വഴറ്റിയാൽ മതി, ബാക്കി സവോളയൊന്നും വഴത്താതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വൈറലായ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ വശത്തത് ഇത് കണ്ടോ, ഇങ്ങനെ 4 വശം ഇങ്ങനെ കളയണം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. രണ്ടായിട്ട് ഒരു തക്കാളി രണ്ടാക്കി മുറിച്ചിട്ട് ഇതുപോലെ എടുത്ത് നമുക്കിനി ഇത് പാനിനകത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ തൊലി നമുക്ക് പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും. ഇനി ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിലോ ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എന്ത് വേണേലും ഒഴിക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എണ്ണ ചൂടാകുമ്പോൾ ഓരോന്നും ഇതിലേക്ക് കമത്തി നമുക്കിങ്ങനെ വെക്കാം. വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വെച്ചിട്ടുണ്ട്. തീ കുറച്ച് വെക്കണം. ഒരു വലിയ വെളുത്തുള്ളി 3-4 ചെറിയ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതുകൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെളുത്തുള്ളിങ്ങൾ മൂടി വെച്ചത് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചൊന്നിടണം. നമുക്ക് 2 മിനിറ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പോൾ അത് തിരിച്ചിടണം. ഓരോന്നും ഇതുപോലെ ഒന്ന് തിരിച്ചിടാം. വെളുത്തുള്ളിയും എല്ലാം ഒന്ന് തിരിച്ചിടണം. എല്ലാം തിരിച്ചിടണം. ഇതും 2 മിനിറ്റ് പോലെ 2-3 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. തക്കാളി മൊത്തം നമുക്ക് ഫ്രൈ ചെയ്ത് ഈ വെളുത്തുള്ളിയും ഫ്രൈ ചെയ്ത് വെച്ചേക്കുവാണ്. തക്കാളി ഫ്രൈ ആയോ എന്ന് അറിയേണ്ടത് വിധം ഇത് ഈ തൊലി കണ്ടാണ് നമുക്കിത് ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും പെട്ടെന്ന്. കണ്ടോ, ഇതുപോലെ. ഇത് നമുക്ക് തൊലിയുടെ ആവശ്യമില്ല, തൊലി മാറ്റണം. അങ്ങനെ എല്ലാം നമുക്കൊന്ന് ഇങ്ങനെ തൊലി ഒന്ന് അടർത്തിയെടുക്കാം. ഈ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മളിത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. നല്ല ഇതുപോലത്തെ സാധനം കൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് അടച്ചു. മിക്സിയിലൊന്നും ഇടല്ലേ. ഇനി നമ്മൾ അടുപ്പേ തീയൊത്തിക്ക് ഒന്നും ചെയ്യുന്നില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് തക്കാളി കൊണ്ട്. നല്ലോണം നമുക്കിതെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി ഉടച്ചെടുക്കണം. വെളുത്തുള്ളി ഇതുപോലെ ഉണ്ടോ ഉടഞ്ഞു വരും. എല്ലാം നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, തക്കാളിയും വെളുത്തുള്ളി നല്ലോണം ഉടച്ചെടുത്തു. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടണം. ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു സബോളയുടെ പകുതി ഇടണം. കുറച്ച് മല്ലിയില ഇടണം. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, എത്ര തക്കാളിയാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഉപ്പ്. ഇനി ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടണം. 1/4 ടീസ്പൂൺ പഞ്ചസാര ഇടുക. ഒന്ന് മിക്സ് ചെയ്യണം. ഇത് മാത്രം മതി ചോറുണ്ണാൻ കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ലാസ്റ്റ് നമ്മൾ തക്കാളിയുടെ പുളി അനുസരിച്ച് ഇച്ചിരി നാരങ്ങ നീരൂടെ ഒഴിക്കുക. തക്കാളിക്ക് പുളിയാണെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് നാരങ്ങ നീര്. ഇങ്ങനെ നാരങ്ങ നീരൂടെ ഒഴിച്ച ശേഷം നമ്മൾ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് വെച്ചു. നമുക്ക് ഉടനെ തന്നെ ഉപയോഗിക്കാം. കണ്ടോ, പെട്ടെന്ന് നമുക്കൊരു കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് നല്ലതാണ്. ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം. ദോശ, ഇഡ്ഡലി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. ടാറ്റാ.